നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അക്കങ്ങളുടെ അത്ഭുത ലോകത്തെക്കുറിച്ചാണ്. സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി നമ്മളെ ജനിച്ച ദിവസം, മാസം, വർഷം എന്നിവയിലെ അക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ അവിശ്വസനീയമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ കണ്ടെത്താൻ പോകുന്നത് നിങ്ങൾ ജനിച്ച വർഷത്തിലെ അവസാനത്തെ അക്കം ഉപയോഗിച്ചാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ജനിച്ചത് 1985 നിങ്ങളുടെ സംഖ്യ 5 ആണ്. ഇനി 1990 ആണെങ്കിൽ നിങ്ങളുടെ സംഖ്യ 0 ആണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ അക്കങ്ങളിൽ നിന്ന് നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം ഏതാണ് അത് മനസ്സിൽ ഉറപ്പിക്കുക. മറ്റൊന്നിനെയും കുറിച്ച് ഈ സമയം ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആ സംഖ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ ആ ഒരു ജീവിത രഹസ്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ ആ ഒരു അക്കം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ആ അക്കം നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അക്കം 1. നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം വരുന്നത് 1 എന്ന സംഖ്യയാണെങ്കിൽ നിങ്ങൾ ജന്മന ഒരു നേതാവാണ്. ആരുടെയും കീഴിൽ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത, സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. സൂര്യന്റെ എല്ലാ തേജസ്സും ശക്തിയും നിങ്ങളുടെ സ്വഭാവത്തിലുണ്ട്. പക്ഷെ ഈ സ്വഭാവം നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നതിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങളാണ് സമ്മാനിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ നേരെ വാ നേരെ പോ എന്ന സ്വഭാവം പലരും അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിച്ചു. കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ അവസാനം നിങ്ങൾ ആരുമില്ലാത്തവനായി. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന വാശി കാരണം സഹായം ചോദിക്കാൻ മടിച്ച് നിങ്ങൾ ഒരുപാട് വേദനകൾ ഒറ്റയ്ക്ക് സഹിച്ചു. ഇപ്പോൾ നിങ്ങൾ ഒരുതരം ആശയക്കുഴപ്പത്തിലാണ്. നിങ്ങൾ ചെയ്തതാണോ ശരി അതോ മറ്റുള്ളവരാണോ ശരി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുന്നു. ശാരീരികമായിട്ട് കടുത്ത തലവേദന, കാഴ്ചശക്തിയിലെ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ നേതൃത്വ ഗുണം ലോകം തിരിച്ചറിയുന്ന കാലം വരികയാണ്. വരുന്ന 6 മാസത്തിനുള്ളിൽ ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു വലിയ അംഗീകാരം നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളുടെ ഉപദേശത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കും. സാമ്പത്തികമായിട്ട് നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ തിരികെ വരും. നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന, രാജാവായി നിങ്ങൾ വാഴുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇനി അടുത്തത് അക്കം 2. നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം 2 ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ കൂടെ കരയുന്ന, സ്നേഹം കൊണ്ട് മുറിവുണക്കാൻ ശ്രമിക്കുന്ന ഒരു പാവം മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ചന്ദ്രനെ പോലെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും നിറഞ്ഞതാണ്. ബന്ധങ്ങളാണ് നിങ്ങളുടെ ലോകം. നിങ്ങളുടെ ഭൂതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടിയോ പങ്കാളിക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ജീവിച്ചു. എന്നാൽ തിരികെ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹമോ പരിഗണനയോ നിങ്ങൾക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ജീവിതത്തിൽ എടുത്ത തീരുമാനം, ഒരുപക്ഷെ ഒരു വിവാഹമോ കൂട്ടുകച്ചവടമോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി നിങ്ങൾ കാണുന്നു. വൈകാരികമായിട്ട് ഒരുപാട് നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് ആരും വില കൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വൈകാരികമായിട്ട് വളരെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് സങ്കടം വരും. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ വളരെ ശക്തമാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സംസാരിക്കും, മറ്റു ചിലപ്പോൾ പൂർണ്ണമായിട്ടും നിശബ്ദനാകും. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉറക്കമില്ലായ്മയും നിങ്ങളെ അലട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടാകുന്ന ഒരു കാലം വരാൻ പോകുന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും വിലയും തിരിച്ചറിയുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
വരുന്ന 7 മാസത്തിനുള്ളിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയോ അല്ലെങ്കിൽ ആ ബന്ധം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മെച്ചപ്പെടുകയോ ചെയ്യും. നിങ്ങളുടെ മനസമാധാനം തിരികെ വരും. ഒരു പുതിയ സൗഹൃദമോ പ്രണയമോ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ നിറങ്ങൾ നൽകും. സാമ്പത്തികമായിട്ട് മറ്റൊരാളുമായിട്ട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. നിങ്ങൾ കൊടുത്ത സ്നേഹം പലിശ സഹിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തത് സംഖ്യ 3 ആണ്. നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാനം വരുന്ന അക്കം 3 ആണെങ്കിൽ നിങ്ങൾ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ഒരു നിറകുടമാണ്. ദേവഗുരുവായ വ്യാഴത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ട്. നല്ല ഒരു ഉപദേശകനാണ് നിങ്ങൾ. പക്ഷെ സ്വന്തം ജീവിതത്തിൽ മാത്രം ആ ഉപദേശം നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ ഭൂതകാലം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് നോക്കിയാൽ കയ്യിൽ പണം വരുന്ന സമയത്ത് ധാരാളമായിട്ട് വരും. പക്ഷെ അത് എങ്ങനെ ചിലവായി എന്ന് നിങ്ങൾക്ക് തന്നെ ഓർമ്മ കാണില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് പലപ്പോഴും നിങ്ങളെ തന്നെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അറിവും കഴിവും കണ്ടിട്ട് കൂടെയുള്ളവർക്ക് നിങ്ങളോട് അസൂയയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല നല്ല അവസരങ്ങളും അവർ തട്ടിയെടുത്തു. വിദ്യാഭ്യാസപരമായി നിങ്ങൾ ആഗ്രഹിച്ച അത്ര ഉയരത്തിലെത്താൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു തരം നിസ്സംഗതയിലാണ്. എനിക്കെല്ലാം അറിയാം, പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പുതിയതൊന്നും പഠിക്കാനോ ചെയ്യാനോ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. കരൾ സംബന്ധമായോ അമിതവണ്ണം കൊണ്ടോ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ജ്ഞാനം വെറുതെ ആകില്ല. നിങ്ങൾക്കുള്ള അംഗീകാരം വരാനിരിക്കുന്നതേയുള്ളൂ. വരുന്ന 5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് പണവും പ്രശസ്തിയും കൊണ്ടുതരുന്ന ഒരു അവസരം ലഭിക്കും. അതൊരു പുതിയ ജോലിയോ സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമോ ആകാം. അധ്യാപനം, നിയമം, കൗൺസിലിംഗ്, സാമ്പത്തിക ഉപദേശം തുടങ്ങിയ മേഖലയിൽ നിങ്ങൾക്ക് വലിയ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹം വില കൽപ്പിക്കുന്ന ഒരു കാലം വരും. നിങ്ങളുടെ ജ്ഞാനം നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് മാറാൻ പോകുന്നു. ഇനി അടുത്തത് അക്കം 4 ആണ്. നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം 4 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാൽ നിറഞ്ഞ ഒന്നാണ്. ഒരു സാധാരണ ജീവിതം നയിക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ നിഴൽ ഗ്രഹമായ രാഹു നിങ്ങളെ അതിന് അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ചിന്താരീതികളും പ്രവർത്തനങ്ങളും എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നിങ്ങളുടെ ഭൂതകാലം കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു. പക്ഷെ അതിൻ്റെ ഫലം പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങളായിരുന്നു. എല്ലാം ശരിയായി എന്ന് കരുതുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു അപകടമോ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഒരു രോഗമോ വന്ന് എല്ലാം തകിടം മറിയുന്നത്. നിങ്ങൾക്കെതിരെ ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. കുടുംബത്തിൽ നിന്നോ സുഹൃത്ത് വലയത്തിൽ നിന്നോ ഒക്കെ നിങ്ങൾ ഒരുപാട് ചതി അനുഭവിച്ചു. പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്തുക്കൾ പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കാം. ഇപ്പോൾ നിങ്ങൾ വളരെയധികം സംശയാലുവാണ്. ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജീവിതത്തിലെ ഒരു തരം അരക്ഷിതാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന ഭയം നിങ്ങളെ എപ്പോഴും വേട്ടയാടുന്നു. ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ചർമ്മരോഗങ്ങളോ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ കഴിയാത്ത അലർജികളോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. എന്നാൽ രാഹു നൽകിയ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരുത്താൻ പോകുന്നു. ഈ അനുഭവങ്ങൾ നിങ്ങളെ ഉരുക്കുപോലെ ശക്തനാക്കി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭാഗ്യം വന്നു ചേരും. അതൊരു ലോട്ടറി ആകാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു വിദേശ യാത്രയ്ക്കുള്ള അവസരമാകാം. അതുമല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള വലിയ ഒരു നേട്ടമാകാം. നിങ്ങളെ ചതിച്ചവർ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താരീതികൾക്ക് വലിയ അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ നിങ്ങൾ വളരെ ഉയർന്ന ഒരു സ്ഥാനത്തെത്തും. പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ അതിശയിച്ചു പോകും. ഇനി അടുത്തത് അക്കം 5 ആണ്. നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാനത്തെ അക്കം 5 ആണെങ്കിൽ നിങ്ങൾ ഒരു സഞ്ചാരിയാണ്. ഒരിടത്തും അടങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടാത്ത, എപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ. ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും കാരകനായ ബുധനാണ് നിങ്ങളുടെ ഭരണഗ്രഹം. നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രവും ശത്രുവും. നിങ്ങളുടെ ഭൂതകാലം ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞതാണ്. നിങ്ങൾ ഒരുപാട് ജോലികൾ മാറിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ട്.
ഒരുപാട് സൗഹൃദങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിടത്തും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ സംസാര ചാതുര്യം കൊണ്ട് നിങ്ങൾ ആരെയും കയ്യിലെടുക്കും. പക്ഷെ അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞ ഒരു കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് കാരണം ഒരു നല്ല ബന്ധം തകർന്നു പോയിട്ടുണ്ടാകാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ പങ്കാളിയുമായിട്ട് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു തരം മടുപ്പിലാണ്. ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ലാത്തതിൽ നിങ്ങൾ ഖേദിക്കുന്നു. നിങ്ങളുടെ കൂടെ പഠിച്ചവരും ജോലി ചെയ്തവരുമെല്ലാം നല്ല നിലയിൽ എത്തിയപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു ലക്ഷ്യബോധമില്ലാതെ അലയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ നാഡീവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ ഈ സഞ്ചാരത്തിന് ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ സമയമായി. വരുന്ന 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരുന്ന ഒരു അവസരം നിങ്ങളെ തേടിയെത്തും. ആശയവിനിമയം പ്രധാനമായിട്ടുള്ള ഒരു മേഖലയിൽ, അതായത് മീഡിയ മാർക്കറ്റിംഗ്, കച്ചവടം, അധ്യാപനം, അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കും. സാമ്പത്തികമായിട്ട് ഒരു സ്ഥിര വരുമാനം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. നിങ്ങളുടെ ചിതറിയ ജീവിതം ഒരു ദിശാബോധത്തോടെ, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പാത കണ്ടെത്താൻ പോകുന്നു. ഇനി അടുത്തത് അക്കം 6 ആണ്. നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാന അക്കം 6 ആണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളാണ്. കുടുംബം, പ്രണയം, ബന്ധങ്ങൾ എന്നിവയാണ് നിങ്ങളുടെ ലോകം. അസുരഗുരുവായ ശുക്രന്റെ എല്ലാ സൗന്ദര്യവും ആകർഷണീയതയും നിങ്ങളിലുണ്ട്. ആളുകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. പക്ഷെ ഈ ആകർഷണം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമായത്. നിങ്ങളുടെ ഭൂതകാലം പ്രണയത്തിന്റെയും പ്രണയ നൈരാശ്യത്തിന്റെയും കഥയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ബന്ധം, ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യ പ്രണയം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇന്നും നിങ്ങളുടെ ഉള്ളിലുണ്ട്. കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങൾ ത്യജിച്ചു. എന്നാൽ നിങ്ങളുടെ വില ആരും മനസ്സിലാക്കിയില്ല എന്നതാണ് സത്യം. ദാമ്പത്യ ജീവിതത്തിൽ ഒരു മൂന്നാമന്റെ ഇടപെടൽ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഭൗതിക സുഖങ്ങളിലും ആഡംബരത്തിലും നിങ്ങൾ ഒരുപാട് പണം ചിലവഴിച്ചു. അത് നിങ്ങളെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് വലിച്ചു. ഇപ്പോൾ നിങ്ങൾ ബന്ധങ്ങളിൽ ഒരുതരം ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒറ്റയ്ക്കാണെന്ന തോന്നൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്നു. ശാരീരികമായിട്ട് ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രമേഹം അല്ലെങ്കിൽ ലൈംഗികമായ അസുഖങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. എന്നാൽ യഥാർത്ഥ സ്നേഹം നിങ്ങളെ തേടി വരുന്ന കാലം അതിവിദൂരമല്ല. ശുക്രന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സ്നേഹവും തിരികെ വരും. വരുന്ന 8 മാസത്തിനുള്ളിൽ നിങ്ങളുടെ തകർന്നുപോയ ബന്ധങ്ങൾ അത്ഭുതകരമായി കൂടിച്ചേരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പുതിയ വ്യക്തി കടന്നു വരികയോ ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. സാമ്പത്തികമായി ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതം പ്രണയാർദ്രവും സന്തോഷപൂർണവുമാകുന്ന കാലമാണ് വരാനിരിക്കുന്നത്. ഇനി അടുത്തത് അക്കം 7 ആണ്. നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം 7 ആണെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ ചിന്തകളും താല്പര്യങ്ങളും എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഗ്രഹമായ കേതുവിൻ്റെ സ്വാധീനം കാരണം നിങ്ങൾ എപ്പോഴും ഒരു ഏകാന്തപതികനായിരുന്നു. നിങ്ങളുടെ ഭൂതകാലം ഒരുപാട് ഒറ്റപ്പെടലുകൾ നിറഞ്ഞതായിരുന്നു. ചെറുപ്പത്തിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചു നടന്നപ്പോൾ നിങ്ങൾ പുസ്തകങ്ങളുടെ ലോകത്തോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളുടെ ലോകത്തോ ആയിരുന്നു. ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ വ്യത്യസ്തമായ പെരുമാറ്റം കാരണം പലരും നിങ്ങളെ കളിയാക്കുകയോ ഇവനൊരു വട്ടനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ചതി പറ്റിയിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു തരം നിസ്സംഗതയിലാണ്. ലൗകികമായ കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഒരു നല്ല ജോലി, പണം, കുടുംബം ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത് എന്ന ചോദ്യം നിങ്ങളെ വേട്ടയാടുന്നു.
ചർമ്മരോഗങ്ങളോ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢമായ ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഈ ആത്മീയമായ അന്വേഷണം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന ഒരു കാലം വരും. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ആത്മീയമായ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അത് ഒരു ഗുരുവിനെ കണ്ടുമുട്ടുന്നതിലൂടെയോ ഒരു തീർത്ഥാടനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ധ്യാന അനുഭവത്തിലൂടെയോ ആകാം. നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത മാറി പകരം പൂർണ്ണതയുടെയും ആനന്ദത്തിൻ്റെയും ഒരനുഭവം നിങ്ങൾ അറിയും. നിങ്ങളുടെ അവബോധം വളരെ ശക്തമാകും. മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം ലൗകികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മഹത്തായ കാലമാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തത് അക്കം 8 ആണ്. നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം 8 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു വലിയ അധ്യായമാണ്. കർമ്മപാലകനായ ശനി ഭഗവാൻ നിങ്ങളെ ഓരോ നിമിഷവും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കിട്ടിയതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓരോ ചെറിയ വിജയത്തിന് പിന്നിലും നിങ്ങളുടെ ഒരുപാട് കണ്ണുനീരും വിയർപ്പുമുണ്ട്. നിങ്ങളുടെ ഭൂതകാലം ദുരിതപൂർവമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ തലയിൽ വന്നു. ദാരിദ്ര്യത്തിൻ്റെയും കുടുംബ പ്രശ്നങ്ങളുടെയും പേരിൽ നിങ്ങളുടെ ബാല്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിന് ഒരുപാട് കാലതാമസവും തടസ്സങ്ങളും ഉണ്ടായി. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 10 തവണ അലഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അത് ഒറ്റത്തവണ കൊണ്ട് കിട്ടി. കോടതി, കേസ്, ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഒരുപാട് സമയവും പണവും നഷ്ടപ്പെട്ടു. നിങ്ങൾ വിശ്വസിച്ചവർ പോലും നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ കൈവിട്ടു. എൻ്റെ വിധി ഇതാണ് എന്ന് കരുതി നിങ്ങൾ പലതവണ തളർന്നുപോയി. ഇപ്പോൾ നിങ്ങൾ കല്ലുപോലെ ഉറച്ച ഒരു മനസ്സുള്ള വ്യക്തിയാണ്. ആരെയും നിങ്ങൾക്ക് ഭയമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ തളർന്നിരിക്കുന്നു. ഇനിയും എത്ര കാലം ഈ കഷ്ടപ്പാട് സഹിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. വാദം, എല്ല് സംബന്ധമായിട്ടുള്ള വേദനകൾ, ദീർഘകാലമായിട്ട് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ ഇനി സന്തോഷിക്കാം. നിങ്ങളുടെ കഠിനമായ പരീക്ഷണകാലം അവസാനിക്കാൻ പോകുന്നു. ശനിദേവൻ പരീക്ഷിക്കുന്നത് അവസാനം വലിയ വിജയം നൽകാനാണ്. 30 വയസ്സ് കഴിഞ്ഞതോടെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ യഥാർത്ഥ വിജയം വരാനിരിക്കുന്നതേയുള്ളൂ. വരുന്ന 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യകാലം ആരംഭിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് 10 ഇരട്ടി ഫലമുണ്ടാകും. ഭൂമി, ഇരുമ്പ്, കൺസ്ട്രക്ഷൻ, നിയമം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിയും. സാമ്പത്തികമായി നിങ്ങൾ വളരെ ഉയർന്ന ഒരു നിലയിലെത്തും. നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കെല്ലാം പകരമായി ശനിദേവൻ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും അധികാരവും സമ്പത്തും നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു. നിങ്ങളുടെ ക്ഷമയുടെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഇനി അടുത്തത് അക്കം 9 ആണ്. നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാന അക്കം 9 ആണെങ്കിൽ നിങ്ങൾ ഒരു യോദ്ധാവാണ്. അനീതിക്ക് വേണ്ടി പ്രതികരിക്കുന്ന, മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ധീരൻ. ഊർജത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങളുടെ മുൻപിൽ കോപവും എടുത്തുചാട്ടവും മൂലം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിവെച്ചു. നിങ്ങളുടെ ഭൂതകാലം ഒരു യുദ്ധക്കളമായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയി നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ചാടിയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല ഉദ്ദേശത്തെ ലോകം തെറ്റിദ്ധരിച്ചു. നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നിങ്ങൾ നല്ല ബന്ധം തകർത്തു, അല്ലെങ്കിൽ നല്ല ഒരു അവസരം വേണ്ടെന്ന് വെച്ചു. ശാരീരികമായി ഒരുപാട് അപകടങ്ങളെയും മുറിവുകളെയും ഒരുപക്ഷെ ഓപ്പറേഷനുകളെല്ലാം നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. സഹോദരങ്ങളുമായി സ്വത്തിൻ്റെ പേരിലോ മറ്റു കാര്യങ്ങളുടെ പേരിലോ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ തീ കെട്ടിട്ടില്ല. അനീതി കാണുമ്പോൾ നിങ്ങളുടെ രക്തം തിളയ്ക്കും. പക്ഷെ പഴയ അനുഭവങ്ങൾ കാരണം പ്രതികരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഊർജം എവിടെ ഉപയോഗിക്കണമെന്ന് അറിയാതെ നിങ്ങൾ വിഷമിക്കുന്നു. രക്തസമ്മർദ്ദം, പേശിവേദന അല്ലെങ്കിൽ ദേഷ്യം കാരണമുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഈ അപാരമായ ഊർജം ശരിയായ വഴിക്ക് തിരിച്ചുവിടാനുള്ള സമയം വന്നിരിക്കുന്നു. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഒരു വലിയ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ തേടിയെത്തും. അതൊരു സാമൂഹിക പ്രസ്ഥാനമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനമോ ആകാം. പോലീസ്, പട്ടാളം, കായികം അല്ലെങ്കിൽ സർജറി പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരവും സ്ഥാനക്കയറ്റവും ലഭിക്കും.
നിങ്ങളുടെ പോരാട്ട വീര്യം ലോകം അംഗീകരിക്കും. നിങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറും. നിങ്ങളുടെ കോപം നിങ്ങളുടെ ശക്തിയായി മാറുന്ന ഒരു യഥാർത്ഥ നായകനായി നിങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തത് അക്കം 0 നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനം വരുന്ന അക്കം 0 നിങ്ങളുടെ ജീവിതം ഒരു പുനർജന്മത്തിന്റെ കഥയാണ്. നിങ്ങളെല്ലാം 0 നിന്ന് തുടങ്ങിയവരാണ്, അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും ഒരു നാൾ എല്ലാം 0 മാറിയവരാണ്. ശൂന്യതയുടെയും അനന്തമായ സാധ്യതകളുടെയും പ്രതീകമാണ് 0. നിങ്ങളുടെ ജീവിതം പ്രവചനാതീതമാണ്. നിങ്ങളുടെ ഭൂതകാലം ഒരു വലിയ തകർച്ചയുടെ കഥയാണ് പറയുന്നത്. അതൊരു ബിസിനസിന്റെ തകർച്ചയാവാം, അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധത്തിന്റെ തകർച്ചയാകാം. നിങ്ങൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം നിങ്ങളുടെ കൺമുന്നിൽ തകർന്നു വീഴുന്നത് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ജീവിതം ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ എൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. ആ ആഘാതത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ ഒരുപാട് സമയമെടുത്തു. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ശൂന്യതയിലാണ്. ഇനി എന്ത് എന്ന വലിയ ഒരു ചോദ്യചിഹ്നം നിങ്ങളുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉള്ളതുപോലെ തോന്നും, ചിലപ്പോൾ ഒന്നും ഇല്ലാത്തവനെ പോലെയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിശാബോധമില്ല. എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. എന്നാൽ ഓർക്കുക, ഓരോ 0 ഒരു തുടക്കത്തിന്റെ സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പഴയ അധ്യായം പൂർണ്ണമായും അവസാനിച്ചു. ഇനി നിങ്ങൾ ഒരു പുസ്തകം എഴുതാൻ തുടങ്ങുകയാണ്. വരുന്ന 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ ഉയർത്തപ്പെടും. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. 0 നിന്ന് തുടങ്ങുന്നവർക്ക് അനന്തമായ സാധ്യതകളുണ്ട്. നിങ്ങളുടെ പഴയ ജീവിതം ഒരു ഓർമ്മയായി മാത്രം മാറും. ഈ അക്കങ്ങൾ നിങ്ങളുടെ ജീവിതകഥയുടെ ഒരു രൂപരേഖ മാത്രമാണ്. നിങ്ങളുടെ ഭൂതകാലത്തിന്റെ വേദനകൾ ഒരു പാഠമായിരുന്നു. വർത്തമാനകാലത്തിലെ പ്രതിസന്ധികൾ ഒരു പരീക്ഷണമാണ്. എന്നാൽ നിങ്ങളുടെ ഭാവി ശോഭനമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ ജനനസംഖ്യ ഏതു തന്നെ ആയാലും നിങ്ങളുടെ പ്രയത്നവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ ഏത് വിധിയെയും നിങ്ങൾക്ക് മാറ്റിയെഴുതാൻ സാധിക്കും. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല മാറ്റങ്ങൾക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, നിങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതൊന്ന് നോക്കുക. ശേഷം ഇതിന്റെ കൃത്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ, കൃത്യത മനസ്സിലാക്കാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നന്ദി.